ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഫഞ്ജു ആൻഡ് ഡിജു. ഇന്ന് അമ്മു സ്പെഷ്യൽ ബിരിയാണി റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ജീരകശാല റൈസാണ്. നമ്മളിവിടെ ജീരകശാല റൈസ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പാത്രത്തിലേക്ക് അത് ഇട്ടതിന് ശേഷം നമുക്ക് വെള്ളം വറ്റി വരുന്നത് വരെ ചെറുതായി ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ ഈ വറുത്തെടുക്കുന്ന ടൈം ഇതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക അങ്ങനെയുള്ള സ്പൈസസ് ഒക്കെ ഇതിൽ ചെറുതായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച അരി വെള്ളമൊക്കെ പോയി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്കും ഇതേ ഒരു അളവ് തന്നെ എടുക്കാവുന്നതാണ്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ഹാഫ് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ലെമൺ ജ്യൂസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതിൽ പാകത്തിൽ നെയ്യ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര നെയ്യ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ അടുത്തതായിട്ട് നമ്മളിവിടെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ഇത് ഫ്രൈ ചെയ്തിട്ടാണ് മസാലയിലേക്ക് ഇടാൻ പോകുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഉപ്പും മുളകും മഞ്ഞളും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുള്ളത്. ഇനി മസാല തയ്യാറാക്കി എടുക്കുന്നതിന് മുന്നേ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനാവശ്യമുള്ള തക്കാളി കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിനാവശ്യമായിട്ടുള്ളത് നമുക്ക് നോക്കാം. തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്. ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങൾ എത്രയാണോ ബിരിയാണി ഉണ്ടാക്കുന്നത് ആ ഒരളവിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ചില ആൾക്കാർക്ക് കുറച്ച് മസാല മതിയാവും, ചില ആൾക്കാർക്ക് ഒരുപാട് മസാല വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും 3 കൂടെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പാന് ചൂടായതിന് ശേഷം അതിലേക്ക് ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു പേസ്റ്റ് നമുക്ക് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു പേസ്റ്റ് വഴന്നു വരുന്ന ടൈമിൽ നമുക്ക് നമ്മളെ ചോറ് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഓൾമോസ്റ്റ് നമ്മൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ വറ്റാനുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. കൂടുതലായിട്ട് വഴന്നു വരേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടുന്നത് വരെ ചെറുതായി ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളി ചെറിയ രീതിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടെ ചെറുതായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. അപ്പം നമുക്കിതൊക്കെ കുക്കറിലിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചപ്പോഴുള്ള വെള്ളമാണ്. ആ ഒരു വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു മസാലയ്ക്ക് കൂടുതലായിട്ട് ടേസ്റ്റ് വരുന്നത്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ പാകത്തിന് ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ വേറെ പൊടികളോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ പച്ചമുളകിൻ്റെത് ടേസ്റ്റാണ് ഇതിൽ കൂടുതലായിട്ട് വരുന്നത്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മളിപ്പോൾ ഇവിടെ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു 5 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മസാല റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ ഇവിടെ പാനൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി വേവിച്ചെടുക്കുമ്പോൾ അതിൽ മുളകും മഞ്ഞളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഒരു ചിക്കൻ ഫ്രൈ ആയി വരുമ്പോഴേക്കും നമ്മൾ കുക്കറിൽ വെച്ച മസാല എന്തായി നമുക്ക് തുറന്നു നോക്കാം. മസാലയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള ഈ വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മസാലയുടെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് വറ്റി റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ഗാർണിഷ് ചെയ്യാൻ ആവശ്യമുള്ള കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗാർണിഷ് ചെയ്യാൻ ആവശ്യമുള്ള ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ വറ്റി നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഗാർണിഷ് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇടാനായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒക്കെ കട്ട് ചെയ്യണം. അമ്മ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കത് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയുടെ വെള്ളമൊക്കെ നല്ല രീതിയിൽ വറ്റി അത്യാവശ്യം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. കൂടുതൽ ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. നമുക്കതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ തൈരാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടി റൈസ് സെറ്റ് ചെയ്യാണ്. ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മസാല കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ലെയർ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പ്രെഡ് ചെയ്തിട്ട് തന്നെ മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ഈ ഒരു ലെയറും ഗാർണിഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് ഫ്രൈ ചെയ്ത ഉള്ളിയും കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചായിട്ട് റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ലെയർ കൂടെ റൈസ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മളിപ്പോൾ ദം ചെയ്യാൻ വെക്കുകയാണ്. അടച്ച് വെച്ച് ദം ചെയ്യാണ്. അപ്പോൾ ദം ചെയ്തതിന് ശേഷം നമ്മൾ ഫൈനൽ ബിരിയാണി എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ബിരിയാണി. നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.